എവ്രിവൺ, അരുണിമ മിസ് ആണ്. അപ്പൊ 6ലെയും 7ലെയും മക്കളോടാണ് മിസ്സിന് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ വലിയ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലൊക്കെ നീറ്റിനും ജെയ്ക്കും ഒക്കെ റിസൾട്ട് വാങ്ങിയ ഒരുപാട് മിടുക്കന്മാരെയും മിടുക്കികളെയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ വലുതാവുമ്പോൾ നിങ്ങൾക്കും എഞ്ചിനീയറും ഡോക്ടേഴ്സും ഒക്കെ ആകാൻ ആഗ്രഹവും ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതേണ്ടതുണ്ട്, അതും ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാമുകൾ. അപ്പൊ നമ്മളിപ്പോൾ സയൻസ് ആണ് പഠിക്കുന്നത്. സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നിങ്ങനെ ഡിഫറെന്റ് സബ്ജക്ട്സും ഉണ്ട്. ഇപ്പൊ ടീച്ചർ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് ചോദിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലല്ലേ, വീട്ടിൽ നമ്മൾ എല്ലാവരും കിച്ചണിലൊക്കെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാധനങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ കിച്ചണിൽ എവിടെയെങ്കിലും ആസിഡിനെയും ബേസിനെയും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയല്ലേ? കിച്ചണിൽ അങ്ങനെ ആസിഡും ബേസും ഒക്കെ ഉണ്ടോ മിസ്സേ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളില്ലേ, ഇതെന്താണ്? ഒരു ബേസ് ആണ്, അല്ലെങ്കിൽ ആൽക്കലിയാണ്. ഇനി വിനാഗിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വിനാഗിരി എന്താണ്? ആസിഡ് ആണ്. ഇനി കുറച്ചും കൂടെ വലുതായി നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ ലാബുകൾ കാണാം. ആ ലാബുകളിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആസിഡിനെയും ബേസിനെയും കാണാം. അപ്പൊ കിച്ചണിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം സേഫ് ആണ്. അതുകൊണ്ട് തന്നെ ലാബ് പോയിട്ട് നമ്മൾ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള പരിപാടി ഒന്നും നടക്കില്ല. എല്ലാ കെമിക്കൽസും പലപ്പോഴും എന്താണ്, ഹാംഫുൾ ആയതും ആയിരിക്കാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ആസിഡിനെയും ബേസിനെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി പറ്റണം. ഈ ആസിഡിനെയും ബേസിനെയും നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ സബ്ജക്റ്റുകളും നമുക്ക് വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ പഠിക്കാനുള്ളത്. ബേസസിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബേസസ് പഠിക്കും, ആസിഡ് പഠിക്കും. അപ്പൊ ഇതൊക്കെ പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ ലാസ്റ്റ് +2 എത്തിക്കഴിഞ്ഞ് നമ്മളിത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതേസമയം നമ്മൾ ഇപ്പോഴേ കുറച്ച് കാര്യങ്ങളായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട ലെവലില് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയ എക്സാം പ്രിപ്പറേഷനും എളുപ്പമാവും, നമ്മുടെ റാങ്കും മുന്നിലെത്തും. അപ്പൊ ഒരു ഏർലി ബേർഡിനെ പോലെ, ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം അല്ലെ? രാവിലെ പല പക്ഷികളും ഇര തേടി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവർ ഏറ്റവും നേരത്തെയാ പോവുക. കാരണം എന്താ? നേരത്തെ പോയാലാണ് അവർക്ക് വേണ്ട ഫുഡ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പറേഷനും എന്ത് ചെയ്യണം? ഏർലി സ്റ്റേജസിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻട്രൻസ് എക്സാം ആദ്യത്തെ പ്രാവശ്യം തന്നെ ക്രാക്ക് ചെയ്യാനും ഏറ്റവും അടിപൊളിയായിട്ടുള്ള റാങ്കുകൾ നേടാനും സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ആണ് ഫാൽക്കൺ എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഒരു എൻട്രൻസ് ക്വസ്റ്റ്യന് അപ്പിയർ ചെയ്യേണ്ടത് എന്നുള്ളത്. മാത്രമല്ല നിങ്ങൾക്കറിയാലേ, ഇപ്പൊ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ നന്നായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും ഒരുപാട് നല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണെന്ന് നമുക്ക് തോന്നും. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ എങ്ങനെ പിക്ക് ചെയ്യാമെന്നും എങ്ങനെ ടൈം മാനേജ് ചെയ്യാമെന്നും അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആവാത്തതാണ് പല കുട്ടികളും പിന്നോട്ട് പോകാനുള്ള കാരണം. അപ്പം നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചെറിയ ക്ലാസ് ആണ്, ഇപ്പൊ ഒന്നും പഠിക്കേണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത്. നമുക്ക് അബദ്ധവും പറ്റരുത്. കാര്യങ്ങൾ ഇപ്പൊ തന്നെ കുറച്ചായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും. അതോടുകൂടി തന്നെ നിങ്ങളുടെ ഒരു പഠനത്തിന്റെ ലെവൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആവുകയും ഏതൊരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. അപ്പോൾ ഇനി എന്തിനാ വൈകിക്കുന്നതല്ലേ? ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാൻ സൈലത്തിനോടൊപ്പം. ഓൾ ദി വെരി ബെസ്റ്റ്.